ഗുജറാത്തിലെ മെഹസാന ജില്ലയിൽ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാനായി ഒരു 54-കാരിയെ കൊന്നു കുഴിച്ചു മൂടി. എന്നാൽ പോലീസിന്റെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ആ പ്രതി പിടിയിലായിരിക്കുന്നു. മെഹസാന ജില്ലയിലെ കാടി താലൂക്കിലെ ഇന്ദ്രാദ് ഗ്രാമത്തിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. എരുമകൾക്ക് തീറ്റയെടുക്കാനായി അടുത്തുള്ള ഫാമിലേക്ക് പോയതായിരുന്നു 54 വയസ്സുകാരിയായ ശാരദാബെൻ താക്കൂർ. എന്നാൽ കൃഷിയിടത്തിലേക്ക് പോയ ശാരദ പിന്നീട് തിരിച്ചെത്തിയില്ല. ശാരദയ്ക്കായി കുടുംബം പലയിടത്തും തെരച്ചിൽ നടത്തി. പോകുന്ന വഴികളിലെയൊക്കെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. എന്നിട്ടും ശാരദാബെൻ എവിടെ പോയി എന്നതിന് ഒരു തെളിവും അവർക്ക് കണ്ടെത്താനായില്ല. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസും പിന്നീട് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. മറ്റൊരു കാര്യം എന്തെന്നാൽ ശാരദാബെൻ ഫാമിലേക്ക് പോകുന്നതല്ലാതെ തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫാമിനുള്ളിൽ വെച്ച് തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാമെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ്. പോലീസും കുടുംബവും കൃഷിയിടത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ഒരു നാരക മരത്തിനടിയിൽ പുതുതായി കുഴിച്ച ഒരു കുഴി കണ്ടെത്തി. ആ കുഴിക്ക് ചുറ്റുമായി ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. പോലീസിന്റെ കണ്ടെത്തലുകൾ തെറ്റിയിരുന്നില്ല. ആ കുഴി തുറന്ന് പരിശോധിച്ച പോലീസിന് അതിനുള്ളിൽ നിന്നും ശാരദാബെന്നിന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു. പുറത്തെടുത്ത മൃതദേഹം പരിശോധിച്ച പോലീസിന് കൊലപാതക കാരണം ഏകദേശം വ്യക്തമായി. ഇത് മോഷണത്തിനിടയിൽ നടന്ന ഒരു കൊലപാതകമാണ്. കാരണം ശാരദാബെന്നിന്റെ ചെവികൾ അടക്കം മുറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ശരീരത്തിൽ ധരിച്ചിരുന്ന 4 ലക്ഷത്തോളം വില വരുന്ന ആഭരണങ്ങളും കാണാനില്ലായിരുന്നു. ഉടൻ തന്നെ പോലീസ് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അവിടെയുള്ള സ്വർണ്ണ വെള്ളി വ്യാപാരികളെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഇതിനിടയിൽ ഏകദേശം 1 ലക്ഷം രൂപ വിലയുള്ളതും 1 കിലോ ഭാരമുള്ളതുമായ വെള്ളിക്കട്ടികൾ വിൽക്കാൻ ഒരാൾ എത്തിയതായി വെള്ളി വ്യാപാരി പോലീസിന് നിർദ്ദേശം നൽകി. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതിയിലേക്കെത്താൻ പോലീസിന് സാധിച്ചു. ആ സ്ഥലത്തുണ്ടായിരുന്ന ആളും നിലവിൽ ഇറാന ഗ്രാമത്തിലെ താമസക്കാരനുമായ സച്ചിൻ കുമാർ മുകുന്ദ് ഭായ് കാന്തിഭായ് ദന്താനി എന്ന വ്യക്തിയായിരുന്നു പ്രതി. പോലീസ് സച്ചിൻ ദന്താനിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ അയാൾ കുറ്റം സമ്മതിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് താൻ ഈ ക്രൂരമായ കൊലപാതകം നടത്തിയതെന്നായിരുന്നു പ്രതി നൽകിയ വിശദീകരണം. ശാരദാബെൻ ഫാമിൽ ഒറ്റയ്ക്കായ സമയം മുതലെടുത്ത് അയാൾ അവരെ കോടാലി ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം അയാൾ ശാരദയുടെ ആഭരണങ്ങൾ കവർന്നെടുത്തു. പിന്നീട് മൃതദേഹം അവിടെ തന്നെ കുഴികുത്തി മൂടി. CCTV એના આધારે ચકાસણી કરતા સચિન કુમાર મુકુંદભાઈ કાંતિભાઈ દંતાણી રહેઠાણ ઈરાનાઓ આ કડલા વેચવા ગયેલા એની યુક્તિ પ્રયુક્તથી પોલીસ સ્ટેશને લાવીને પૂછપરછ કરતા જેમને ગુનાની કબૂલાત આપેલ અને કબૂલાતના આધારે જ કડલા તેમજ બાકીના સોનાના દાગીનાની રિકવરી કરવામાં આવી. અત્યારે આરોપીને કોર્ટમાં રજૂ કરવામાં આવ્યો છે અને 27 તારીખ સુધીના રિમાન્ડ મેળવ્યો. കുറ്റകൃത്യം നടന്ന വെറും 8 മുതൽ 10 മണിക്കൂറിനുള്ളിൽ തന്നെ നന്ദസൻ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപയുടെ സ്വർണം വെള്ളി ആഭരണങ്ങളും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതിയെ 27 വരെ റിമാൻഡ് ചെയ്യാൻ കോടതി അനുമതിയും നൽകി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.